ഒരു രസകരമായൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ രസകരമായൊരു മത്സരം നടന്നു. ആ മത്സരം പൂച്ചകളുടെ മത്സരമായിരുന്നു. ലോകത്ത് ഏറ്റവും വലിപ്പമുള്ള പൂച്ച, ഏറ്റവും വേഗതയുള്ള പൂച്ച, ഏറ്റവും അധികം ആഹാരം കഴിക്കുന്ന പൂച്ച, ഏറ്റവും ശബ്ദത്തിൽ കരയുന്ന പൂച്ച, ഈ ഒരു മത്സരം നടത്തി. ലോകത്തെമ്പാടും നിന്ന് ധാരാളം പൂച്ചകൾ മത്സരത്തിന് വന്നു. മത്സരം ആരംഭിച്ചു. ഓരോ മത്സരം കഴിയും തോറും വീറും വാശിയും കൂടിക്കൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനം ഫൈനലിൽ എത്തിയത് ആളുകൾ പ്രതീക്ഷിച്ച പോലെ അമേരിക്കയുടെ പൂച്ചയും ആളുകൾ പ്രതീക്ഷിക്കാതെ സൊമാലിയയുടെ പൂച്ചയുമായിരുന്നു. സൊമാലിയയുടെ പ്രത്യേകത എന്താ? പട്ടിണി പാവങ്ങളുടെ രാജ്യമാണ്. അങ്ങനെ സൊമാലിയൻ പൂച്ചയും അമേരിക്കൻ പൂച്ചയും തമ്മിൽ മത്സരമായി. ആദ്യത്തെ റൗണ്ട് ഏറ്റവും വലിപ്പമുള്ള പൂച്ച സൊമാലിയയിലെ പൂച്ചയായി. ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്ന പൂച്ച അത് സൊമാലിയയിലെ പൂച്ചയായി. ഏറ്റവും വേഗതയുള്ള പൂച്ച അതും സൊമാലിയയിലെ പൂച്ചയായി. അങ്ങനെ ഓരോ റൗണ്ടിലും അമേരിക്കൻ പൂച്ചയെ തോൽപ്പിച്ച് സൊമാലിയൻ പൂച്ച വിജയ കിരീടം നേടി. അങ്ങനെ വിജയിച്ച് തിരികെ പോകുന്ന വഴിക്ക് സൊമാലിയൻ പൂച്ചയെ പരിശീലിപ്പിച്ച പരിശീലകനോട് അമേരിക്കൻ പൂച്ചയുടെ പരിശീലകൻ ചോദിച്ചു, സുഹൃത്തെ, താങ്കളുടെ വിജയത്തിൽ ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു. നന്നായി, വെരി ഗുഡ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്താ സുഹൃത്തെ താങ്കളുടെ വിജയത്തിന്റെ രഹസ്യം? സൊമാലിയൻ പൂച്ചയുടെ പരിശീലകൻ അമേരിക്കൻ പൂച്ചയുടെ പരിശീലകനോട് പറഞ്ഞു, ആ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം, മറ്റാരോട് നിങ്ങൾ പറയാൻ പാടില്ല. ആ രഹസ്യം മറ്റൊന്നുമല്ല, ഞങ്ങൾ കൊണ്ടുവന്ന പൂച്ച സൊമാലിയയിലെ പൂച്ചയല്ല, ഇവൻ സൊമാലിയയിൽ പണ്ട് പുലിയായിരുന്നു. ഇവൻ പുലിയായിരുന്നു, പട്ടിണി കിടന്ന് ഇവൻ പണ്ട് പുലിയായിരുന്നു. അനേകം ആളുകൾ ജീവിക്കുന്നത് അവരുടെ പഴയകാല പ്രതാപത്തിലാണ്. ഞാൻ ഒരിക്കൽ 100 പോളിസി ചെയ്തിരുന്നു, ഒരിക്കൽ ഞാൻ കോടിപതി ആയിരുന്നു. ഒരിക്കൽ ആയിരുന്നു എന്ന പ്രതാപം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പഴയ പുലി പൂച്ചയുടെ കോലത്തിലായതുപോലെയാവും. മാറ്റത്തിനനുസരിച്ച് നിങ്ങളെ മാറ്റുവാൻ തയ്യാറായില്ലെങ്കിൽ മാറ്റം നിങ്ങളെ മാറ്റിക്കളയും.